ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ അടുക്കള ഭാഗത്ത് നിന്നിട്ട് ഒരു വീഡിയോ ഇങ്ങനെ ഔട്ടിറക്കുന്നത്. എല്ലാ കൊല്ലം ഞാനിങ്ങനെ ഒരു ഔട്ടിറക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് തെറ്റിച്ചിട്ടില്ല. ഉമ്മ, ഇന്ന് എന്താ ദിവസം? ജനിച്ച ദിവസം. ഞാൻ ഇന്ന് ജനിച്ച ദിവസമാണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ഇവിടെ കാണിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നല്ല ചട്ടണി ഇഡ്ഡലി എന്നല്ല ഗൈസ്, ഒരാൾക്ക് പോലും എൻ്റെ ബേർഡ് ഓർമ്മയില്ല. പക്ഷെ സെനുവിന് ഓർമ്മ ഉണ്ടായിരുന്നു. 12 മണിക്ക് ഓൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഓളെ ഫോൺ എടുക്കാനും എനിക്ക് പറ്റിയില്ല. അമ്മക്ക് ഞാൻ പിന്നെ രാവിലെ ഇന്ന് എന്താ ദിവസം, നിങ്ങളുടെ എൻ്റെ ബർത്ത്ഡേ ആണല്ലേ ഇത്. ഓക്കെ, ബർത്ത്ഡേ ഒന്നും ആർക്കും ഓർമ്മയൊന്നുമില്ല. പിന്നെ എൻ്റെ ബർത്ത്ഡേ എനിക്ക് കഴിക്കാനും ഇതാക്കാനൊന്നും എനിക്ക് വലിയ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിഷ് ചെയ്തോളി, അത് മാത്രം മതി. അല്ലാതെ കേക്കോ വാച്ചോ സ്വർണ്ണോ മാലയോ ഒന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്ന് വയസ്സ് പറയാൻ പാടില്ല എന്നാണ്, പക്ഷെ ഞാൻ പറയൂ, ഇന്ന് എനിക്ക് 28 വയസ്സ് തികയാണ് ഗൈസ്. ഈ 28 വയസ്സിൽ 25 വയസ്സിന്ന് ഈ 3 കൊല്ലം എൻ്റെ ലൈഫിൽ ഭയങ്കര മിറാക്കിളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. മിറാക്കിൾ പറഞ്ഞാൽ എന്താ അറിയുന്നത്? അമ്മക്കറിയില്ല. മിറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പലതും അപ്രതീക്ഷിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം നല്ലതും ഉണ്ട്, അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ചക്കരയുടെ കല്യാണം, എൻ്റെ വിവാഹം, കുട്ടി, അതൊക്കെ മിറാക്കളല്ല. കല്യാണം കഴിഞ്ഞാൽ കുട്ടിയാവും. പിന്നെ എന്തായാലും പറയുക, വീട്, പിന്നെ അങ്ങനെ എന്താണ് നമ്മുടെ ജീവിത രീതികൾ എല്ലാം മാറി, എല്ലാം അൽഹംദുലില്ലാ ഒക്കെ ഹയറായിട്ട് നടക്കുന്നുണ്ട്. ഇനി പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ, മരണം പ്രതീക്ഷിക്കണം, പക്ഷെ പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ, ഈ ഒരു 28 വയസ്സിൻ്റെ ഇടയിൽ എനിക്ക് നമ്മളെ ഭാഗത്തുള്ള ആൾക്കാർ, അതായത് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയ ഇന്നത്തെ 28ാമത്തെ വയസ്സാണ് എനിക്ക് തികയുന്നത്. എന്തായാലും 25 വയസ്സ് വരെ എനിക്ക് സ്വന്തമായിട്ടൊരു, അതായത് എനിക്ക് സ്വന്തമായിട്ട്, ഇതിപ്പോൾ ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ വീടാണ്. അത് ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ അവകാശപ്പെടല്ല, ഉമ്മാൻ്റെ വീട്ടുകാരെ എല്ലാവരും പാടെ കെട്ടിക്കൊടുത്ത വീടാണ്. നമ്മുടെ മുതലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അല്ലേ. അതിനൊരു ചാളപ്പരയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു കൂലിപ്പണിക്കാരൻ, ഞാൻ എന്ത് പണി എടുത്തിട്ട് ഞാൻ ഒരു ചാളപ്പരയാണെങ്കിലും എന്ത് പെരയാണെങ്കിലും അതിൽ കെട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കിട്ടും. അല്ലാതെ നമ്മൾ വാപ്പാരെ കുറ്റം പറയല കേട്ടോ, അല്ല പൊതുവേ ഉള്ള കാര്യം പറയാം. നമ്മൾ വാപ്പാരെ മുതലുകൊണ്ട് ഉമ്മാരെ മുതലുകൊണ്ട് ആളാവണേക്കാളും നല്ലത് സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് തിന്നുന്ന സുഖം അത് വേറെ തന്നെയാണ് ഗൈസ്. അതിനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ യൂട്യൂബ് ഉണ്ടായിട്ടല്ല ഈ തിന്നൽ തുടങ്ങി. യൂട്യൂബ് ഇല്ലെങ്കിലും ഞാൻ പണിയെടുത്തിട്ട് തന്നെ ജീവിച്ചിരുന്നത്. പണിയെടുത്തിട്ട് തന്നെ ഞാൻ ജീവിച്ചത്. എനിക്ക് യൂട്യൂബിൽ ഉള്ളതിനേക്കാളും എനിക്ക് സുഖമായിരുന്നു യൂട്യൂബ് ഇല്ലാത്ത കാലം. അതൊരു രസം വേറെ തന്നെ ആയിരുന്നു. അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അന്നന്നത്തെ ജീവിതം ഉള്ളതിനനുസരിച്ച് ജീവിച്ചു തീർത്താണ്. ഇപ്പോൾ ഒരുപാട് പൈസ കിട്ടിയാലും എന്താ ചെയ്യേണ്ടതെന്നല്ല, എങ്ങനെ ജീവിക്കേണ്ടത് എവിടെ എത്താത്തൊരു സ്ഥിതിയാണ്. കാരണം അന്ന് നമുക്ക് ആശകളോ മോഹങ്ങളോ ഒന്നുമില്ല. ഉള്ളത് കൊണ്ട് നമ്മൾക്ക് മോഹിക്കാൻ പറ്റാണ് സ്ഥലത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് നമ്മൾ ചിന്തിക്കുകയില്ല ഒരു വീട്, കാരണം അവിടെ വീട് ചിന്തിക്കണമെങ്കിൽ സ്ഥലം വാങ്ങണം, അതിന് ഇത് വാങ്ങണം. അപ്പോൾ ആ പുറത്ത് നമുക്ക് ചിന്തിക്കൂല. അപ്പോൾ നമുക്കൊരു വരുമാന സോഴ്സ് വരുമ്പോഴാണ് നമുക്ക് ചിന്തകളും ആശകളും അതങ്ങനെ ചെയ്താൽ കൊള്ളാം. പിന്നെ ടെൻഷനും സമാധാനമില്ലായ്മ. പക്ഷെ ഇതെല്ലാം ആവശ്യമാണ്. അതായത് ഈ ഒരു സ്വന്തമായിട്ടൊരു വീടും. ഇപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞ്, അതായത് ഞാൻ കുറേ വാടക വീട്ടിൽ എത്ര കൊല്ലിരുന്നു നമ്മൾ, കുറേ കൊല്ലം വാടക വീട്ടില്. പിന്നെ തറവാട്ടിലാണെങ്കിൽ പോലും എത്രയോ ആളുകൾ ചുരുങ്ങി, അത് ഈ ഒരു മതിലുണ്ടാവില്ല അല്ലെ, ഒരു ചുമര്. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് വാടകയ്ക്ക് മാറിയ പിറ്റേ ദിവസം ആ ചുമര് എൻ്റെ റൂമിലേക്ക് വീണു. അപ്പം അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ കടന്നിട്ടും ജീവിച്ചിട്ടൊക്കെ വന്നത്. എനിക്ക് ഇന്നലെ ഞാൻ വീഡിയോസ് ഇട്ടാലും, ലൈറ്റിൻ്റെ വീഡിയോസ് ഇട്ടാലും എനിക്ക് എന്തൊക്കെ ഒന്നാ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല മക്കളെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നതും ഞാനിതാക്കുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസമായിട്ടില്ല അത് എൻ്റെ വീടാണോ എന്നുള്ളത്.
സത്യം ഞാൻ പഠിച്ച റബ്ബാണ് സത്യം. എനിക്ക് ഇപ്പോഴും അത് എൻ്റെ വീടാണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വാസം. ഞാൻ രാവിലെ പോയി ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പെരയുമ്പോൾ ഇങ്ങനെ നോക്കും. എന്നിട്ട് എനിക്കെന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഒരു പേടി എൻ്റെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പേടി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഉയർച്ച ആയിരുന്നു ഒരു വീട് വെക്കലൊക്കെ. അതൊന്നും കാരണം നമുക്കൊന്നും ആശിക്കാൻ പറ്റാത്തതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. എങ്ങനെ ആയിത്തീർന്നത് എനിക്ക് തന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ള ഓട്ടങ്ങളും ഉണ്ട്, അത് പടച്ചോൻ കണ്ടറിഞ്ഞ് കനിയുമുണ്ട്. ഓരോ കാര്യങ്ങളായാലും എല്ലാവരും ഇപ്പോൾ അക്ബർ ഖാൻ നമ്മളെ കൂടെ എല്ലാത്തിനും കിട്ടി. മൂപ്പർ എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്തു തരുന്ന ഓരോ സാധനങ്ങൾ എല്ലാം കറക്റ്റ് ടൈമിന് കിട്ടുന്ന, പണിക്കാരെല്ലാം കറക്റ്റ് ടൈമിന് ചെയ്യുന്ന, നമ്മൾക്ക് വലിയൊരു ബാധ്യത ലോണോ കാര്യങ്ങളോ ഇല്ലാതെ നടന്നു പോകുന്ന, എല്ലാം കൊണ്ടും ഹയറാണ്. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ഉള്ളൊരു മനുഷ്യന്മാരാവണം. ഇന്നലെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നതാണ് അള്ളാനെ മറക്കരുത്, ജാട കൂടി അഹങ്കാരം കൂടി പൈസ കൂടുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അങ്ങനെ എന്തൊക്കെയോ ഫുള്ള് അതിന് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എനിക്കെന്താ വെച്ചാൽ എന്ത് ജാടയാണ് ഞാൻ കാട്ടി എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ അതങ്ങനെ തന്നെ ഞാൻ എങ്ങനെ അള്ളാനെ മറക്കുക. ഞാൻ അള്ളാ പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലേന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ ഇന്നേം കൊണ്ട് ഇപ്പം എൻ്റെ എല്ലാ മാസവും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരി ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. പറയേണ്ട ആവശ്യം വരുന്ന എന്താ വെച്ചാൽ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്നും കൊടുക്കാത്തവനും ഒന്നും ചെയ്യാത്തവനും ഇന്നേം കൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റലില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും കുടുങ്ങിയിട്ട് ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞ് വീടുകൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യും. പിന്നെ എന്നെയും കൂടി ചെയ്യാൻ പറ്റുന്നതാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഞാൻ വീഡിയോ ഇട്ടിട്ട് ചെയ്തു കൊടുക്കലുണ്ട്. കാരണം നമ്മളെ നിന്ന് ഇത്രയും ആൾ സബ്സ്ക്രൈബ് ഉള്ളപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എങ്ങനെയായിരുന്നു, ഞാനൊരു പാവപ്പെട്ടവനായിരുന്നു, ഒന്നും ഇല്ലാത്തവനായിരുന്നു. അന്നൊന്നും ഇന്നാരും അന്നൊരു 10 റുപ്യ ഇത് കൊണ്ട് നേരാവും എന്നിട്ട് എനിക്കാരും കൊടുന്നു തന്നിട്ടില്ല. പക്ഷെ ഞാൻ കൊടുന്നു തന്നിട്ടില്ല വെച്ചിട്ട് ഞാൻ ആർക്കും കൊടുക്കാതിരിക്കൂല അല്ലേ. എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലാന്നുണ്ടെങ്കിലും എൻ്റെ ബാക്കിക്കാർക്ക് പോലും നേരാവണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്താണെന്ന് എനിക്ക് അതാവും ചിലപ്പോൾ എൻ്റെ വിജയത്തിൻ്റെ ഒക്കെ പിന്നിൽ എനിക്ക് അതാവും. കാരണം എന്താ വെച്ചാൽ അതായത് ഇന്ത്യത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഇന്ത്യത്ത് ഇല്ലെങ്കിൽ പോലും ഞാൻ അപ്പുറത്തുനിന്ന് കടം വാങ്ങിയിട്ട് കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ അത് ഞാൻ അങ്ങനെ അടച്ചു കൂട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ വെളുപ്പിക്കാൻ വേണ്ടി എന്നെ നല്ലതാക്കാൻ വേണ്ടി പറയുകയാണെന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചാലും വേണ്ടില്ല വിശ്വസിച്ചാലും വേണ്ടില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ബാക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ് നിർത്തിയാൽ എന്താ പറയുക, എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കാനും ഇപ്പോൾ പേടിയാവുകയാണ് എന്ന് പറഞ്ഞില്ലേ. പേടിയല്ല, അതൊരു ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ പണ്ടില്ലേ ഞങ്ങളിങ്ങനെ ഉമ്മാൻ്റെ കൂടി പാലക്കാട് ഇരിക്കുമ്പോൾ അവിടെ ഓരോ വീട്ടിൽ ഞങ്ങൾ TV കാണാൻ പോകും. ഏതാ ഉമ്മ വീട്? ഐസ്താത്തല്ല, മറ്റേ ഹിന്ദുക്കളെ അവിടെ വീട്. അവിടെയൊക്കെ വീട് കാണാൻ പോകും. അപ്പൊ അവിടെയൊക്കെ TV കാണാൻ പോകും. അപ്പൊ അവിടെയൊക്കെ നമ്മളെന്ന് വെച്ചാൽ സിറ്റ് ഔട്ടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കല. കാരണം ഉള്ളിൽ കയറാൻ നമ്മളൊക്കെ മേത്ത് ചളിയും മണ്ണും. അപ്പൊ ഉള്ളിൽ കയറാൻ നമ്മൾ മടിച്ചിങ്ങാണ്ട് നമ്മളെന്താക്കും, പുറത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ TV ഇങ്ങനെ കാണാം. അവിടെ വീട്ടിൽ മാത്രമേ TV ഉള്ളൂ. അപ്പൊ അവരൊന്നും കുഴപ്പമില്ല കേട്ടോ, അവരൊക്കെ സഹകരിക്കും. പക്ഷെ നമുക്ക് അന്നേ ഉള്ളിലുണ്ട്, നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ചളിയാവോ, അവിടെ തൊട്ടവര് നോക്കും. അല്ല അങ്ങനെയല്ല, എനിക്ക് അന്ന് മുതലേ നമുക്കുള്ള ഇതാണ്. കാരണം അന്ന് മുതലേ ഇനിയിപ്പോ വേറെ അനുഭവങ്ങളും അവിടുന്നല്ല വേറെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വരുമ്പോ TV ഓഫ് ആക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പൊ അലട്ടിയും കൊണ്ട് നിൽക്കുന്ന സാധനം. പുതിയ വീട് വെച്ചാലും അതിപ്പോഴും എനിക്ക് അതിന്റെ അലട്ടിയും കൊണ്ട് നിൽക്കുന്നതാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ആക്കും. എന്താ അതിന്റെ പേര് തന്നെയാണ്, എനിക്ക് എന്തും ചെയ്യാൻ ചവിട്ടി പൊളിക്കാം. പക്ഷെ ആ മനസ്സിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോഴും എന്നെ വിട്ടു പോയിട്ടില്ല. അയച്ചിട്ട് എനിക്ക് ജാടുണ്ട് ഒന്നും ഇതുണ്ടാക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. എനിക്ക് അല്ല ഞാൻ പറഞ്ഞില്ല, ഇനി എനിക്ക് നാളെ ഇനി കുറച്ച് യൂട്യൂബ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ആ യൂട്യൂബ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള
ഇതെനിക്ക് കൈത്തൊഴിലും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു യൂട്യൂബ് പോയാലും ഞാൻ ജീവിക്കും. പിന്നെ യൂട്യൂബ് ഉള്ളപ്പോൾ ഞാൻ ജീവിച്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കിട്ടുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കാരും കൊടുന്നേരാനോ ഒന്നും ഇതാക്കി വെക്കാനോ ഇല്ല. നാളെ മേലൊക്കെ ഒരു എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ബാക്കിക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രം. ഇനി ഇത് പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നേ ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഇല്ല. വന്ന വഴി മറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലായ്മയെന്ന് വന്ന ആളെ ഇനി ഒന്നുമില്ലായ്മയിലേക്ക് പോകാനും ഒരു കുഴപ്പമില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി എന്ന് മാത്രം. കാരണം ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ട് എന്നുള്ള ആദ്യം മുൻകൂട്ടി കണക്ക് കൂട്ടി ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നമല്ല. അല്ലാത്തവർക്കാണ് ഇനി നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ പഴയതായി കഴിഞ്ഞാൽ അവർക്കൊരു കുറച്ചിലാവും എന്ന് പറഞ്ഞ് നിൽക്കണവരെ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. എനിക്ക് ആ ഒരു പ്രശ്നേ ഇല്ല. പോരെ, ഒരു പ്രശ്നവും എനിക്കില്ല. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അയച്ചിട്ട് എനിക്ക് അതിലൊരു ബേജാറും ഇല്ല ഗൈസ്. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയട്ടെ, ഇന്നലെ എന്താണ് അല്ല നാട്ടുകാരെ പണിക്ക് പോയി തെണ്ടിച്ചിരുന്ന ആൾക്കാരെ പറച്ചലേ കണ്ട അതത്രേ ഉള്ളൂ. അത് വേറെ കാര്യം. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലിപ്പോ പണിക്കാരുണ്ട്, അതിന്റെ അപ്പുറത്തൊരു തൊടിയുണ്ട്. അതില് ഇവരെ പണിക്കാരെന്താ, ഞാൻ പണിക്കാരോട് ആദ്യം പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് എന്താണ് ഓലാക്കി ഈ വേസ്റ്റും തിന്നുന്ന വേസ്റ്റും കവറും ഒക്കെ അപ്പുറത്തെ തൊടിക്ക് ഇട്ടിക്കണം. അവിടെ സ്ഥലം വേറെ ഉള്ള സ്ഥലമാണ്. അപ്പം ഞാനിത് നോക്കിയതുമില്ല. കാരണം പൊന്തയിലേക്ക് ഇവരിങ്ങനെ എറിഞ്ഞിക്കണത്. കാരണം അവിടെ തന്നെ നിന്ന് താമസിക്കുന്നവരും അല്ലാത്തവരും കുറേ പണിക്കാരുണ്ട്. ആരെയും നമ്മൾ കുറ്റം പറയില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പറ്റിയ പഴവ ഞാനൊരു കവറിലിടാൻ പറഞ്ഞത് ഒരു മറന്നിറക്കുകയാണെന്ന് എനിക്കറിയില്ല. അതും വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇത് എന്നിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുക. അതിൽ എനിക്കിത് പണിക്കാരോട് പോയി പറയാൻ ഒരു മടി. എന്താണ് പണിക്കാരെ ഇജ്ജൊന്നത് പോയിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ഓൻ പറയാണ് ഞാൻ മാത്രമല്ലല്ലോ കഴിക്കണേ, ബാക്കിയുള്ളവരൊക്കെ കഴിച്ചില്ല, ഓലൊക്കെ വിളിക്കുന്ന പറഞ്ഞാൽ ആരെയും വിളിച്ചില്ല. ഞാൻ പോയി അതൊക്കെ വൃത്തിയാക്കുക. ചോറുന്നൊക്കെ പുഴു ഇങ്ങനെ വരിക. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓലയും കൊണ്ട് മാറ്റിച്ചാൽ മതി, ഞാൻ ചെയ്യൂല. എന്ന് വെച്ചിട്ട് നമ്മൾ ഇതാക്കി പറയല്ല. അത് അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അങ്ങനെയാണ്. ഞാൻ വേറെ ആരെയും പ്രതീക്ഷിച്ചിട്ട് ഇന്നേ വരെ ജീവിക്കാൻ നിന്നിട്ടില്ല. എൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു തീരുമാനം എടുക്കും, അത് നടത്തി കഴിഞ്ഞിട്ടേ പറയലുള്ളൂ. എന്ത് കാര്യം അങ്ങനെയാണ്. എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്യും, അല്ലാത്തത് ഞാൻ ചെയ്യൂല ഗൈസ്. അപ്പം എന്തായാലും എൻ്റെ ബർത്ത്ഡേ 28-ാം വയസ്സിൽ എൻ്റെ ലൈഫിൽ നടന്നത് ഫുൾ മിറാക്കിളാണ്. 25 വയസ്സ് മുതൽ 28 വയസ്സ് വരെ നടന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എല്ലാതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആദ്യം മുതലുള്ള ആൾക്കാർക്ക് അറിയുന്ന കാര്യമാവും. എന്തായാലും എന്താണ് ഇപ്പോഴത്തെ ജീവിത രീതി, എന്താ പറയാനുള്ളത്? ഇപ്പത്തെ ജീവിതം ഒരു സുഖമാണ്. സുഖം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാവരും ജീവിക്കണമായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ട് മക്കളെ. കാരണം നിങ്ങൾക്ക് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിക്കാത്തത് ലൈഫിൽ നടക്കുമ്പോൾ എല്ലാം ആഗ്രഹിച്ച സാധനങ്ങൾ തിന്നാൻ പറ്റുന്ന, ആഗ്രഹിച്ച സ്ഥലത്ത് പോകാൻ പറ്റുന്ന, ആഗ്രഹിച്ച മാതിരി ജീവിക്കാൻ പറ്റുന്ന എല്ലാം നിൽക്കും. നമ്മളും മനുഷ്യനാണ്. നാളെ നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത് പോലെയൊക്കെ നല്ല രീതിക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന് ഒരിക്കലും കിബറും അസൂയും ഒന്നും പാടില്ല. അടുത്തോ നേരാവണമെന്ന് ചിന്തിച്ചോ, നിങ്ങളൊക്കെ എല്ലാവരും നേരാവും. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നല്ല ആൾക്കാരുണ്ട്, ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ജാടക്കാർ നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ജാട കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഷോപ്പുകളുടെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഷോപ്പ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും നല്ല ഷോപ്പ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെയ്യണമൊക്കെ എനിക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രമേ ചെയ്യുന്നത്. ഒരുപാട് ഷോപ്പുകാർ എന്നെ കോണ്ടാക്ട് ചെയ്യും, പക്ഷെ ഞാൻ അതൊന്നും പോയിട്ട് ചെയ്യുന്നില്ല. ഞാൻ അവിടെ ഏറ്റവും നല്ല കളക്ഷൻ എന്താണോ, നമുക്ക് ബെസ്റ്റ് പ്രൈസ് എന്താണോ, നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് എന്താണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ വെക്കുന്ന ആളുകൾക്കൊരു ഉപകാരമാവും. അപ്പോഴും ചിന്തിക്കണം എന്താ അറിയോ, ഇവന് പ്രൊമോഷനാണ്, ഇവന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇവൻ അതാക്കാൻ വേണ്ടിയിട്ടാണ്, ഇവൻ അഹങ്കാരം. അപ്പോഴും എൻ്റെ നെഗറ്റീവ് കുത്തി നോക്കാനാണ് എല്ലാവരും നോക്കുന്നത്. ഞാനിത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നോ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ടോയെന്ന് ആരും ചിന്തിക്കൂല. അത് അങ്ങനെയാണ്. അപ്പം എന്തായാലും നമുക്കൊരു വലിയൊരു ഷോപ്പിൽ പോയിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഡിസ്കൗണ്ട് കിട്ടും. ആ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ എന്താണ്, അതുകൊണ്ട് എനിക്കെൻ്റെ ഒരു വീട് പണി എടുക്കുന്ന ആൾക്കറിയാം ഒരു 10 രൂപ എവിടെ നിന്നാണോ കുറഞ്ഞ് കിട്ടുന്നത് അവരത് നോക്കും. കാരണം എന്താ വെച്ചാൽ അത് അവനാണ് ആ ടെൻഷൻ ഉണ്ടാവില്ല. അത് വീട്ടിൽ വേറെ ആർക്കും ആ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഫിനാൻഷ്യലി ചെയ്യുന്ന ആളുകൾക്കാണ് അതിൻ്റെ പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ബാക്കിയുള്ളവർ ആ വീട് കയറി അടിപൊളി വീടാണ് അവനത് ചെയ്തു, അല്ലാതെ അതിൻ്റെ ബാക്കിങ്ങിൽ ആരും നോക്കൂല. ഒരുപാട് കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട്. അതെല്ലാം ഞാൻ ഇന്നേ വരെ പൈസ അല്ല എന്ന് പറഞ്ഞ ഒറ്റ ടൈം മാത്രമേ അല്ലേ, എപ്പോഴാ ആ സ്വർണം കൊണ്ടുപോയി വിറ്റപ്പോൾ സിനുവിനോടും പൈസ അല്ല എന്ന് പറഞ്ഞു ഓളെ സ്വർണവും കൊണ്ടുപോയി വിറ്റ. അതായത് പെട്ടെന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇവർക്കൊക്കെ വാങ്ങിക്കൊടുക്കുക. വേറെ ലോണോ കാര്യങ്ങളോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു
ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ലോൺ എടുക്കണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ അത് ജീവിതകാലം അടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഉള്ള മുതൽ വിറ്റിട്ട് എനിക്ക് പിന്നീട് ഇനി ഇപ്പം തന്നെ നാളെ തന്നെ വേണം എന്തായാലും ഒരു പറയില്ലല്ലോ, വേണമെന്ന് പറഞ്ഞാൽ വാങ്ങി കൊടുക്കില്ല ഉള്ള കാര്യം. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഷാല്ല ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. ഒരു വളയെ വാങ്ങിയുള്ളൂ, ഒരു വള അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവരേക്കൊന്നും കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. സിനുവിൻ്റെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അവൾക്ക് മഹറിൻ്റെ എന്തോ 2-3 ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മോളിലെ പിന്നെ ഞാനൊന്നും തൊട്ടിട്ടില്ല, പെങ്ങന്മാരുടെ ഒന്നും ഒന്നും വാങ്ങിയിട്ടില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും നമ്മളെ ഫാമിലിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യും. ആർഭാടങ്ങളും ആരവങ്ങളും ഇല്ലാത്ത 28ാം വയസ്സും കടന്നു പോവുകയാണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഞാൻ എന്നും ആഘോഷിക്കൽ എന്താമ്മ, നമ്മൾ എത്തിങ്ങാനെ പോയിട്ട് ഫുഡ് കൊടുക്കലാണ് അല്ലേ. ഇപ്രാവശ്യം അതിന് പറ്റിയിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ ഇന്നൊരു എമൗണ്ട് വരാനുണ്ട്, അപ്പോൾ ഫുഡ് കൊടുക്കുന്നില്ല, എമൗണ്ട് അയച്ചു കൊടുക്കാച്ചിട്ടാണ്. അതുപോലെ എന്താ വെച്ചാൽ കഴിച്ചോട്ടെ എന്നുള്ളതാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അത് പറയുന്നത് എന്താണെന്ന് അറിയാം, ഇനി അതിൽ വരും നോഫല ഈ അന്ന് കൊടുത്തു ഇപ്രാവശ്യം കൊടുത്തില്ല, അഹങ്കാരം കൂടിയെന്ന് പറയും, വയ്യ അത് കേൾക്കാൻ. എൻ്റെ ബാക്കൊന്നും ആർക്കും ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ വീട് വെക്കുമ്പോൾ ഇപ്പോൾ സത്യമല്ല സീറോ, എൻ്റെ കയ്യിൽ വേറൊരു ഉറപ്പില്ല. പെര കയറിയെന്നല്ലാതെ വേറെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ എൻ്റെ കയ്യിലില്ല. ഇന്നിപ്പോൾ എൻ്റെ ഫോണ് കേടന്നിട്ട് ദിവസങ്ങളയക്കണേ. ഞാനിപ്പോഴും നിജാസിൻ്റെ ഫോണിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണ് കാണുന്നിട്ട് ദിവസങ്ങളായിരിക്കണം. എനിക്ക് വേണമെങ്കിൽ എൻ്റെ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണാണ്. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നടക്കില്ല. പക്ഷേ ഞാൻ ആ ഫോണിന് 1 ലക്ഷം രൂപ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നിൽക്കുക. ആ പൈസയും കൂടി പെരേക്ക് എടുക്കാമല്ലോ എന്ന് ചിന്തിച്ചെടുക്കുക. അവസാനം ഇന്നലെ ഞാൻ ഫോൺ വാങ്ങിയിട്ടില്ല, നമ്മുടെ ഗൾഫ് ഫോണ് അവിടുന്ന് കോണ്ടാക്ട് ചെയ്ത് EMI അതായത് നോ കോസ്റ്റ് EMI തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഫോൺ എടുക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇവന് പെരയായി, ഇവന് ഫോണായി, ഇവന് വണ്ടിയായി, ഇവന് വേറെ എന്തോ പരിപാടി ഉണ്ട് എന്ന് പറയും. ഞാൻ നെഗറ്റീവ് പറയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത മിറാക്കൾ എന്ന് പറഞ്ഞാൽ അതേമാതിരി മിറാക്കളാണ് എനിക്ക് വേറെ ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവരും നല്ലതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിക്കണമെന്ന് ഞാൻ പറയില്ല, എന്നാലും കുറ്റം പറയാതിരിക്കുക, നമ്മുടെ വിജയത്തിൽ കൂടെ നിൽക്കുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നമ്മുടെ ഫാമിലിയുടെ നന്ദി പറയുന്നുണ്ട്. പിന്നെ ഉമ്മാക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അന്ന് ഇന്ന തോട്ടിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥയൊക്കെ വേറെ ലെവലാവും ഗൈസ്. അപ്പോൾ എന്തായാലും ബൈ, ഒന്ന് വിഷ് ചെയ്താളിട്ടാ.